നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യങ്ങളുടെ സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ചോദ്യമാണ്. അതായത് വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പൊ ഈ ചോദ്യം എടുത്തിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഈ നെറ്റ്വർക്ക് ഡിവൈസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു ചോദ്യമുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ. അപ്പൊ സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫാക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. എപ്പോഴും പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാതെ പോരുതേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് PSC ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചോദ്യം കണ്ടല്ലോ, വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ഗേറ്റ്വേ ആണ്. ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ ശൃംഖലകൾ എന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഗേറ്റ്വേ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ എന്തുപയോഗിക്കുന്നു? ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ ചോദ്യം. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? നെറ്റ്വർക്ക് ഡിവൈസ് ഏത്? നെറ്റ്വർക്ക് ഉപകരണം ഏത്? ഗേറ്റ്വേ ആണ്. അപ്പൊ ഗേറ്റ്വേയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖല എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ആണ്. ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്കുള്ള പ്രവേശന കവാടമായിട്ട് ഏത് പ്രവർത്തിക്കുന്നുണ്ട്? ഗേറ്റ്വേ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ റൂട്ടർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റൂട്ടറിന് സമാനമായ പ്രവർത്തന രീതിയാണ് ഇവയ്ക്കും ഉള്ളത്. ഇപ്പൊ റൂട്ടർ എന്ന് വെച്ചാലേ ഡേറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ആവശ്യമായ ഉചിതമായ പാത കണ്ടെത്തുന്നതിനും കൂടാതെ ശൃംഖലയിലെ ട്രാഫിക്കിന്റെ അളവ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് റൂട്ടർ സഹായിക്കുന്നത്. ഇപ്പൊ ട്രാഫിക് കുറയ്ക്കുക, അതുപോലെ ഡേറ്റ ഏത് പാത്തിൽ കൂടെ പോകണം ആ ഒരു പാത്ത് കണ്ടുപിടിക്കുക, അതാണ് റൂട്ട് കണ്ടുപിടിക്കുക, അതാണ് റൂട്ടർ ചെയ്യുന്നത്. അപ്പൊ റൂട്ടറിന് സമാനമായ പ്രവർത്തന രീതിയാണ് ഏതിനും ഉള്ളത്? ഗേറ്റ്വേക്കും ഉള്ളത്. ഉപകരണത്തിന്റെയും ശൃംഖലയുടെയും വിലാസം പരിശോധിക്കുകയും, അതായത് ഡിവൈസിന്റെയും നെറ്റ്വർക്കിന്റെയും അഡ്രസ്സ് പരിശോധിക്കുകയും അൽഗോരിതത്തിന്റെ സഹായത്താൽ ഉചിതമായ പാത സ്വീകരിച്ച് പാക്കറ്റ് എന്ന് വെച്ചാൽ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ഫോമാണ് പാക്കറ്റ്സ് ആയിട്ട് ഒരു കൂട്ടം ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുന്നു. അതാണ് ഗേറ്റ്വേ ചെയ്യുന്ന കാര്യം. അതായത് റൂട്ട് കണ്ടുപിടിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഉപകരണത്തിന്റെയും ശൃംഖലയുടെയും വിലാസം പരിശോധിച്ച് അൽഗോരിതത്തിന്റെ സഹായത്തിൽ ഉചിതമായ പാത കണ്ടുപിടിച്ച് ഈ ഒരു പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. അതാണ് ഗേറ്റ്വേയുടെ ധർമ്മം. വ്യത്യസ്തമായ പ്രോട്ടോകോൾ ഉള്ള ശൃംഖലകൾ തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിരിക്കണം. ഒരു ഗേറ്റ്വേക്ക് ശൃംഖലയുടെ വിലാസഘടനയെക്കുറിച്ച് ശരിയായ ധാരണ ഉള്ളതിനാൽ തടസ്സമില്ലാതെ തുടർച്ചയായി പാക്കറ്റുകളെ ശൃംഖലയിലെ നോഡുകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ ഏതിന് കഴിവുണ്ട്? ഗേറ്റ്വേക്ക് കഴിവുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഗേറ്റ്വേക്ക് ഈ ഒരു നെറ്റ്വർക്കിന്റെ ഈ വിലാസഘടന, അഡ്രസ്സിനെ പറ്റി ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഒരു തടസ്സവും ഇല്ലാതെ, ഇടയ്ക്ക് ഒരു ഇന്ററപ്റ്റും വരാതെ പാക്കറ്റുകളൊക്കെ നെറ്റ്വർക്കിലെ നോഡ് എന്ന് വെച്ചാൽ എന്താണ്? നോഡ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഏതൊരു ഉപകരണത്തെയും പറയുന്ന പേരാണ് നോഡ്. കമ്പ്യൂട്ടർ ശൃംഖല, അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഉപകരണത്തെയും എന്തെന്നറിയപ്പെടുന്നു? നോഡ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം, കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ ആ കമ്പ്യൂട്ടർ അത് ഇന്റർനെറ്റിലെ ഒരു നോഡായിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റ് ആയിട്ട് ബന്ധിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പ്യൂട്ടർ എന്താണ്? ഒരു നോഡാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിലെ നോഡുകൾക്കിടയിൽ ഈ പാക്കറ്റ്സിനെ കൈമാറ്റം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗേറ്റ്വേക്ക് ഉണ്ട്.
അപ്പൊ വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഏത് ഉപയോഗിക്കുന്നു? ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് റൂട്ടർ. നമ്മൾ നേരത്തെ റൂട്ടറിന്റെ കാര്യം പറഞ്ഞതാ. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ, രണ്ട് നെറ്റ്വർക്സിനെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഏത്? റൂട്ടർ. അപ്പോൾ ഈ റൂട്ടർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് കണ്ടെത്താൻ, അതായത് ഡേറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഉചിതമായ പാത കണ്ടെത്തുന്നതിനും അങ്ങനെ ശൃംഖലയിലെ ട്രാഫിക്കിന്റെ അളവ് കുറയ്ക്കുന്നതിനും. ഈ റൂട്ട് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ട്രാഫിക് ഉണ്ടാവും. ട്രാഫിക് എന്ന് വെച്ചാൽ എല്ലാ ഡേറ്റകളും തമ്മിൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ അവിടെ ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ ആ ഒരു തടസ്സം നേരിടാതെ ഈ ഒരു ശൃംഖലയിലെ ട്രാഫിക്കിനെ കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? റൂട്ടർ സഹായിക്കുന്നു. ബ്രിഡ്ജിന്റെ പ്രവർത്തന രീതിയോട് ഇവയ്ക്ക് സാമ്യമുണ്ടെങ്കിലും അവയേക്കാൾ കഴിവ് ഏതിനുണ്ട്? റൂട്ടറിനുണ്ട്. ബ്രിഡ്ജ് എന്താണെന്ന് ഇപ്പൊ പറയാം. അപ്പൊ അതിന്റെ പ്രവർത്തന രീതികളോട് ആർക്ക് സാമ്യമുണ്ട്? റൂട്ടറിന് സാമ്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ കഴിവ് ആർക്കാണ്? റൂട്ടറിനാണ്. റൂട്ടറിന്റെ ഉപകരണത്തിന്റെ വിലാസവും, അതായത് ഉപകരണത്തിന്റെ അഡ്രസ്സും അതുപോലെ നെറ്റ്വർക്കിന്റെ അഡ്രസ്സ്, ശൃംഖലയുടെ വിലാസവും പരിശോധിക്കാനുള്ള കഴിവുള്ളതോടൊപ്പം അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും ഉചിതമായ പാതയിലൂടെ പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ആർക്ക് സാധിക്കുന്നു? റൂട്ടറിന് സാധിക്കുന്നു. കണ്ടില്ലേ, റൂട്ടർ ഉപയോഗിച്ചിട്ട് ശൃംഖലകളെ കണക്ട് ചെയ്തേക്കുക. നെറ്റ്വർക്ക് സ്വിച്ച് രണ്ട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതായത് രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള, കണ്ടോ, ഒരേ വിഭാഗത്തിൽപ്പെട്ട അതുപോലെ ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? റൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർക്കുക. ഇനി അടുത്ത ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ബ്രിഡ്ജ്. അപ്പൊ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. നിലവിലുള്ള ശൃംഖലയെ പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും അവയെ ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ശൃംഖലയിലുള്ള ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. ഒരു ബ്രിഡ്ജില് ഡേറ്റ പാക്കറ്റുകൾ എത്തുമ്പോൾ അതിലെ മേൽവിലാസം, അഡ്രസ്സ് പരിശോധിച്ച് ബ്രിഡ്ജിന്റെ ഏത് ഭാഗത്തെ ഇവ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ആര് കണ്ടുപിടിക്കുന്നു? ബ്രിഡ്ജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ഡേറ്റ പാക്കറ്റുകളെ മാത്രം ബ്രിഡ്ജ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് കടത്തിവിടുന്നു. അപ്പോൾ എന്ത് കുറയ്ക്കാൻ പറ്റും? ട്രാഫിക് കുറയ്ക്കാൻ പറ്റും. അറിയാതെ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഡെയിലി ലൈഫിലെ കാര്യം ഓർത്താൽ മതി. ഇപ്പൊ ഒരാൾ വന്ന് നമ്മളോട് വഴി ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റും. നമ്മൾ എന്തെങ്കിലും തപ്പിത്തടഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വഴി തെറ്റിപ്പോകും. അത് തന്നെയാണ് ഇവിടെ ബ്രിഡ്ജും ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ ഡേറ്റ പാക്കറ്റുകളെ മാത്രം ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവ ഒഴിവാക്കുന്നു. ബ്രിഡ്ജ് വഴി കടന്നു പോകുന്ന പാക്കറ്റുകൾ മറുഭാഗത്തുള്ള എല്ലാ നോഡുകളിലേക്കും പ്രക്ഷേപണം ചെയ്യും. ലക്ഷ്യത്തിലുള്ള നോഡുകൾ മാത്രമേ അവ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ ഈ ഡേറ്റ പാക്കറ്റ് ഏത് നോഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചുള്ള ഏതൊരു ഉപകരണത്തെയും നോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡേറ്റ പാക്കറ്റ് അയക്കുന്ന ഏത് നോഡിന് വേണ്ടിയിട്ടാണോ അവ മാത്രം എന്ത് ചെയ്യുന്നു? അവ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് സ്വിച്ചിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നെറ്റ്വർക്ക് ബ്രിഡ്ജിലേക്ക് ആ ഒരു സ്വിച്ചിൽ നിന്ന് കണക്ഷൻ പോയിട്ടുണ്ട്. പിന്നെ വയർലെസ് ആക്സസ് പോയിന്റ്. അപ്പൊ ആർക്കാണോ അത് വേണ്ടത് അവർ എന്ത് ചെയ്തും അത് സ്വീകരിക്കും. അടുത്തത് റിപ്പീറ്റർ ആണ്. അപ്പോൾ റിപ്പീറ്റർ എന്ന് വെച്ചാൽ വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുതകാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് ഏത്? റിപ്പീറ്റർ. അപ്പോ വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന എന്തിനെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ശക്തിപ്പെടുത്തുക. അതാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. വയേർഡ് മാധ്യമത്തിലൂടെയോ വയർലെസ്സിലൂടെയോ ഡേറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇതിന് കാരണം നോയിസ് ആണ്. അപ്പൊ റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് എന്ത് ചെയ്യും? ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം ചെയ്യുന്നു. അതായത് സാധാരണ ഒരു സിഗ്നൽ വരികയാണെങ്കിൽ അതിന് ശക്തി ക്ഷയിക്കാതെ ഒരു കുറച്ചു ദൂരം, ഒരു പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ അതിന് സഞ്ചരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനുശേഷമുള്ള ദൂരത്തേക്ക് അതിന്റെ സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ലോസ് ആയിട്ട് പോകും. അത് ചിലപ്പോൾ അങ്ങ് എത്താം, അല്ലെങ്കിൽ എത്താതിരിക്കാം. അപ്പോൾ അത് അവിടെ കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ തരംഗങ്ങളുടെ, ഈ വേവ്സിന്റെ ശക്തി കൂട്ടണം. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട്
ആയിട്ട് അതിന്റെ അതായത് ശക്തി ക്ഷയിക്കാതെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അതായത് നമ്മൾ ഒരു ഡേറ്റ അയക്കുവാണ്, ഒരു സിഗ്നൽ ആണ് അയക്കുന്നത്, സിഗ്നലിന്റെ രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ അത് റിപ്പീറ്റർ ഉപയോഗിച്ച് ഒന്ന് ശക്തി കൂട്ടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ഥാനത്ത് പോകും. അതാണ് റിപ്പീറ്ററിന്റെ ജോലി. അടുത്തത് സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് വെച്ചാൽ നേരത്തെ കണ്ടില്ലേ സ്വിച്ചിന്റെ ഒരു ഡയഗ്രാം. ഇപ്പോൾ നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കൂടിയ ഒരു ഉപകരണമാണ് ഏത് സ്വിച്ച്. നിരവധി കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുക, അതാണ് ജോലി. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയാണ് സ്വിച്ചിനുള്ളത്. ഹബ് എന്താണെന്ന് ഇപ്പൊ പറയാം. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയാണ് ഏതിനുള്ളത്? സ്വിച്ചിനുള്ളത്. അപ്പൊ കാഴ്ചയിൽ ഹബിനോട് കടുത്ത സാമ്യമുണ്ട്. അപ്പോൾ ഹബ്ബ് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്വിച്ചും കണ്ടില്ലേ, ഇതുപോലെയാണ് സ്വിച്ചും ഇരിക്കുന്നത്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെ ഒരു സാമ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഈ സ്വിച്ചിന് ഡേറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ ഡേറ്റ പാക്കറ്റുകൾ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യും. അതാണ് സ്വിച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റായിട്ട് എങ്ങോട്ടാണ് ഈ ഡേറ്റ പോകേണ്ടത്, അതിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താനും ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാത്രം ഡേറ്റ പാക്കറ്റുകൾ അയക്കുകയും ചെയ്യുന്നു സ്വിച്ച്. ശൃംഖലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിലാസം പട്ടികയായി സംഭരിച്ചു വെക്കുന്നതിനാലാണ് സ്വിച്ചിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓൾറെഡി അഡ്രസ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ശൃംഖലയിലെ ഒരു ഉപകരണത്തിലേക്ക് ഡേറ്റ അയക്കുവാനായി സ്വിച്ച് ഈ പാക്കറ്റിലെ വിലാസം മുൻകൂട്ടി ശേഖരിച്ച വിലാസങ്ങളുമായി താരതമ്യം ചെയ്യും. അപ്പൊ വിലാസം കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണത്തിലേക്ക് മാത്രം ഡേറ്റ അയക്കും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്വിച്ചിനുണ്ട്. വളരെ തിരക്ക് കൂട്ടിയ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായിട്ട് ഏത് പ്രവർത്തിക്കുന്നുണ്ട്? സ്വിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കുറഞ്ഞ അളവിൽ സന്ദേശം അയക്കുന്നതിനാൽ ശൃംഖലയിൽ തിരക്ക് ഉണ്ടാകുന്നില്ല. അതാണ് സ്വിച്ചിന്റെ പ്രത്യേകത. സെലക്ട് ചെയ്യുക, അയക്കുക. ഇനി അടുത്തത് ഹബ്ബ്. ഹബ് എന്ന് പറയുന്നത് ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഹബ്ബ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ചെറുതാണ്, അതുപോലെ വളരെ ലളിതവും അതുപോലെ നിഷ്ക്രിയവും വില കുറഞ്ഞതുമായ ഒരു ഉപകരണമാണ്. ഇനി കമ്പ്യൂട്ടറുകളെ ഹബിലെ പോർട്ട് വഴി ഇഥർനെറ്റ് കേബിൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ വയേർഡ് കേബിൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. അതായത് ഇങ്ങോട്ടാണ് ബന്ധിപ്പിക്കുന്നത്, ഈ ഓരോ പോർട്ടിലേക്കാണ് ബന്ധിപ്പിക്കുന്നത്. ഹബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഹബ് എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യും. സെലക്ട് ചെയ്തിട്ടല്ല, എല്ലാവർക്കും അയക്കും. അപ്പൊ ബാധ്യത ആർക്കാണ്? അവരവരുടെ പാക്കറ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ബാധ്യത ഓരോ കമ്പ്യൂട്ടറിനുമാണ്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡേറ്റ പാക്കറ്റുകൾ തിരിച്ചറിയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ സ്വിച്ചിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയില്ല, അത് സെലക്ട് ചെയ്ത് അയച്ചോളൂ. ഇതാന്ന് വെച്ചാൽ ഈ ആ ശൃംഖലയിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റ് അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റു കമ്പ്യൂട്ടറുകൾ അത് എന്ത് ചെയ്യണം? തിരസ്കരിക്കേണ്ടതുമാണ്. അപ്പൊ കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡേറ്റയും അയക്കുന്നതിനാൽ എന്തായി മാറും? അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവുന്നുണ്ട്. ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടും, അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവും. അപ്പൊ ഡേറ്റ കൈമാറാനുള്ള ബാൻഡ് വിഡ്ത്ത് കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഹബിന്റെ പ്രധാനപ്പെട്ട പോരായ്മ. എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഓക്കെ, ഇനി അടുത്തതാണ് NIC. NIC നമ്മൾ ഓപ്ഷനിലൊക്കെ കാണാറുള്ളതാ. NIC എന്ന് വെച്ചാൽ എന്തുവാണ്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണ് NIC. അപ്പോൾ NICയുടെ ഫുൾ ഫോം ഓർക്കുക, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അതായത് കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുവാനും വിവരവിനിമയം നടത്തുവാനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് NIC. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ, മറ്റേതാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിനെ ബന്ധിപ്പിക്കാം. ബാക്കി പറഞ്ഞ ഉപകരണങ്ങൾ ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ ഒക്കെ. NIC എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുവാനും വിവരവിനിമയം നടത്തുവാനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനും ശൃംഖലയ്ക്കും ഇടയിലുള്ള ഹാർഡ്വെയർ ഇന്റർഫേസ് ഉപകരണമായിട്ട് ഏത് പ്രവർത്തിക്കുന്നു? NIC. ഇത് കമ്പ്യൂട്ടറിലെ പ്രത്യേക ഭാഗമായോ അല്ലെങ്കിൽ മദർ ബോർഡിന്റെ ഭാഗമായോ സ്ഥാപിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഡേറ്റയെ സജ്ജമാക്കുവാനും അയക്കുവാനും സ്വീകരിക്കുവാനും നിയന്ത്രിക്കുവാനും NICക്ക് കഴിയും. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഡേറ്റയെ സജ്ജമാക്കാനും അതുപോലെ അയക്കാനും സ്വീകരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ആർക്ക് കഴിയും? NICക്ക് കഴിയും. ഡേറ്റയെ നിയന്ത്രിത രൂപത്തിലുള്ള ഘടകങ്ങളാക്കി മാറ്റുകയും പ്രോട്ടോകോളിന് വിധേയമായി പരിവർത്തനപ്പെടുത്തി അയക്കേണ്ട മാധ്യമത്തിലേക്ക് മേൽവിലാസം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി നൽകുകയും ആര് ചെയ്യുന്നു? NIC ചെയ്യുന്നു. ഇത് വയർലെസ് ആയിട്ടുള്ള NIC ആണ്, ഇത് സാധാരണ NIC ആണ്. അപ്പോൾ ഇത് NIC കാർഡ്, അതുപോലെ വയർലെസ് NIC. ചില NIC കാർഡുകൾ കേബിൾ ഉപയോഗിച്ച്,
ചിലത് കേബിൾ ഇല്ലാതെ അതായത് വൈഫൈ ഉപയോഗിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. വയേർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും ഏത് പ്രവർത്തിക്കുന്നുണ്ട്? NIC പ്രവർത്തിക്കുന്നുണ്ട്. കേബിൾ ശൃംഖലയിലേക്കുള്ള ജാക്കുകളാണ് എതർനെറ്റ് NICയിൽ ഉള്ളത്. എതർനെറ്റ് എന്ന് വെച്ചാൽ വയേർഡ് ആയിട്ടുള്ള NICയിൽ ഉള്ളത്. കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന NICയിൽ ഉള്ളത് ഏതാണ്? ജാക്കുകളാണ്. വിനിമയത്തിനുള്ള ബിൽറ്റ് ഇൻ ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും ആന്റിനയുമാണ് വൈഫൈ NICയിലുള്ളത്. അതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ആന്റിനയുണ്ട്, അതുപോലെ റിസീവർ ഉണ്ട്, ബിൽറ്റ് ഇൻ ട്രാൻസ്മിറ്റർ ഉണ്ട്. NICക്ക് 1 Gbps വേഗതയിൽ ഡേറ്റ കൈമാറ്റം ചെയ്യുവാൻ കഴിയുന്നു. എത്രയാണ് വേഗത? 1 Gbps വേഗതയിൽ ആർക്ക് ഡേറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടി കഴിയുന്നു? NICക്ക്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഡേറ്റാ വിനിമയ ഉപകരണങ്ങളാണ്. അപ്പൊ ഡേറ്റാ വിനിമയ ഉപകരണം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറും വിനിമയ മാധ്യമവും തമ്മിലുള്ള സമ്പർക്ക മുഖമായി പ്രവർത്തിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്, അതായത് നെറ്റ്വർക്കും കമ്പ്യൂട്ടറും തമ്മിലുള്ള കോണ്ടാക്ടിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഡേറ്റാ വിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ NIC പറഞ്ഞു, ഹബ് പറഞ്ഞു, സ്വിച്ച് പറഞ്ഞു, റിപ്പീറ്റർ പറഞ്ഞു, ബ്രിഡ്ജ് പറഞ്ഞു, റൂട്ടർ പറഞ്ഞു, ഗേറ്റ് വേ പറഞ്ഞു. 7 ഡിവൈസസ് ആണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇനി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്